ഹലോ നമസ്കാരം, എല്ലാവർക്കും ചലഞ്ചർ ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ അനന്തു. നമ്മൾ ഇന്ന് ഒരു പുതിയ ടോപ്പിക്ക് തുടങ്ങുകയാണ്. അതായത് ഇന്ത്യ ചരിത്രത്തിൽ ഒരുവിധം എന്നെ ഓൾമോസ്റ്റ് സ്റ്റുഡൻസും പറയുന്ന ഒരു സംഭവമാണ്. തുടങ്ങുന്ന സമയത്ത് ഈ ഒരു മിഡീവൽ ഇന്ത്യ പഠിക്കുക അല്ലെങ്കിൽ മധ്യകാല ഇന്ത്യ ചരിത്രം പഠിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ട്, കേരളത്തിൻ്റെത് പഠിച്ചിട്ടുണ്ട്, കേരളത്തിൻ്റെ മോഡേൺ ഇന്ത്യൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ പഠിച്ചപ്പോഴും നമ്മൾ പൊതുവേ ഉപയോഗിച്ചിരുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കഥ പറച്ചിലാണ്. അപ്പൊ നമ്മൾ ഈ മധ്യകാല ഇന്ത്യ ചരിത്രം എന്ന് പറയുന്ന ഈ ഒരു ഭാഗം തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ബാഹുബലി പോലെയുള്ള ഇങ്ങനെയുള്ള സിനിമകളൊക്കെ നമ്മൾ നിരന്തരം കാണുന്നുണ്ട്. ഈ RRRലേക്കെ പോലുള്ള കോൺസെപ്റ്റൽ, അതായത് ഒരു രാജാവും അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള സിനിമകളൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലെ. അപ്പോൾ ഇത്തരം സിനിമകളിൽ പൊതുവെ രാജാപ്പാട്ട് വേഷങ്ങളൊക്കെ ധരിച്ചിട്ടുള്ള ഒരു രീതിയിലൊക്കെയാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിലും ഈ മധ്യകാല ഇന്ത്യ ചരിത്രം പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പറയുന്ന ബാഹുബലി പോലെയുള്ള, മഹദീര പോലെയൊക്കെയുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ സിനിമയ്ക്കകത്തും അല്ലെങ്കിൽ ഈ ഒരു പാഠത്തിനകത്തും ഉള്ളത് എന്നത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. വളരെ ഈസിയാണ് ഈ കാര്യം പഠിക്കുക. കാര്യം കറക്റ്റായിട്ട് സോർട്ട് ചെയ്ത് പഠിക്കുമ്പോൾ വളരെ ഈസി ആയിട്ടും, എനിക്ക് തോന്നുന്നു മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയേക്കാളും കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സാധനം മധ്യകാല ഇന്ത്യ ചരിത്രമാണ്, അല്ലെങ്കിൽ മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. അപ്പോൾ വളരെ എളുപ്പം നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് ഇത് പറ്റും. ആദ്യം വേണ്ടുന്നത് നമുക്ക് അത് പഠിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ആണ്. ഞാൻ ഉറപ്പ് പറയാം. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഇൻട്രൊഡക്ഷൻ ആണ്, ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിൽ നമ്മളുടെ യഥാർത്ഥ പാഠഭാഗത്തിന് മുമ്പായി നമ്മളൊരു ബേസിക്കലി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. ആ കാര്യം എന്താണ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരിക്കുക, ഒരിക്കലും ബോറടിക്കില്ല. മധ്യകാല ഇന്ത്യ ചരിത്രം എന്ന് പറയുന്നത് ഇനി ഒരിക്കലും നിങ്ങൾ മറന്നു പോവുകയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. മധ്യകാല ഇന്ത്യ ചരിത്രം എന്ന ഈ ഒരു ഭാഗത്ത്, അല്ലെങ്കിൽ മധ്യകാല ഭാരതത്തിന്റെ ചരിത്രത്തിന്റെ ഈ ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്, അതിന്റെ ആമുഖം എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് എന്ന നമ്മൾ പ്രധാനമായിട്ടും ഈ മധ്യകാല ഇന്ത്യ ചരിത്രം ഇന്ത്യയുടെ ചരിത്രത്തിന്റെ ഭാഗമാകുന്നത് മുസ്ലിങ്ങളായിട്ടുള്ള ചില വംശജർ നമ്മുടെ ഇന്ത്യ ആക്രമിക്കുകയും അതിന്റെ പിന്നോടിയായിട്ട് ഇവിടുന്ന് കുറെ കാര്യങ്ങൾ കൊള്ളയടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുവഴി എക്സ്പാൻഡായി ഇന്ത്യ കീഴടക്കുക എന്ന സ്വപ്നത്തിലേക്ക് ഇത്തരം മുസ്ലിം ഭരണാധികാരികൾ എത്തുകയാണ്. അതാണ് ഒന്ന്. അതിനകത്ത് നമ്മൾ പ്രധാനമായും പഠിക്കുന്ന രണ്ട് പോയിന്റുകളാണ്. ഒന്ന് ഗസ്നി വംശവും മറ്റൊന്ന് ഗോറി വംശവും. അതായത് മുഹമ്മദ് ഗസ്നിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, മുഹമ്മദ് ഗോറിയെ കുറിച്ചും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് വളരെ വിശാലമായിട്ട് നമ്മൾ പഠിക്കുന്നു. നല്ലൊരു കഥയോടെ പഠിക്കുമ്പോൾ ഇതെല്ലാം എളുപ്പമോ. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾക്ക് പഠിക്കാനുള്ളത് ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ചിട്ടാണ്. അതൊരു വംശമാണ്, ഒരു ഡൽഹിയിലെ ഒരു കാലഘട്ടത്തെ കുറിച്ച്. അതെന്താണെന്ന് ഞാൻ വിശദമാക്കി നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതിനകത്ത് നമ്മൾ അടിമ വംശത്തെക്കുറിച്ചും ഖിൽജി വംശത്തെക്കുറിച്ചും തുഗ്ലക്ക് വംശത്തെക്കുറിച്ചും സയ്യിദ് വംശത്തെക്കുറിച്ചും ലോധി വംശത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ അവിടെ ആ ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് പഠിക്കും. മൂന്നാമത്തേതായിട്ടുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ മുഗൾ സാമ്രാജ്യത്തെ കുറിച്ചാണ്. എല്ലാവർക്കും വളരെ മനോഹരമായി അറിയുന്ന ഒരു ഭാഗമാണ്. പക്ഷെ ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടുള്ള, എന്നാൽ ഈ കഥയിൽ എന്തൊക്കെയോ കുറെ ഇതൊക്കെയുള്ള സംഭവങ്ങളാണ്. അപ്പൊ ഇതിൽ നമ്മൾ ബാബർ മുതൽ ഔറംഗസേബ് വരെയുള്ള കാര്യങ്ങളാണ് മുഗൾ സാമ്രാജ്യത്തിൽ പഠിക്കുക. പിന്നെ നമ്മളൊരു സൂർവംശവും മറാഠ സാമ്രാജ്യത്തെ കുറിച്ചും ഒക്കെ ഒന്ന് പഠിക്കും. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടൊക്കെ പഠിക്കുന്നുണ്ട്. ഏതായാലും പ്രധാനമായും നമ്മൾ കവർ ചെയ്യുന്നത് ഗസ്നി വംശത്തെയും ഗോറി വംശത്തെയും ഡൽഹി സുൽത്താനേറ്റിനെയും മുഗൾ സാമ്രാജ്യത്തെയും ആയിരിക്കും. ഓക്കെ, അതാണ് നിങ്ങൾ ഇതിനകത്ത് ഓർത്ത് വെക്കേണ്ട കാര്യം. അപ്പൊ ബാബറിനെയും അക്ബറിനെയും ഒക്കെ അറിയാത്തതായിട്ട് ആരുമില്ല. അപ്പൊ മുഗൾ സാമ്രാജ്യത്തിൽ എന്തൊക്കെയാ സംഭവിച്ചതെന്ന് നമുക്കറിയാം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ പറഞ്ഞല്ലോ, ഒരു രാജാപ്പാട്ട് വേഷത്തിലാണ് ഈ ഒരു സംഭവം എല്ലാം നടക്കുന്നത്. നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട കഥാപാത്രങ്ങൾ ആരൊക്കെയായാലും അവരെല്ലാം ഈ രാജാക്കന്മാരുടെയൊക്കെ വേഷം ഇട്ടവരായിരിക്കണം. സുൽത്താൻ ആണെങ്കിൽ ഇങ്ങനെ തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ള വേഷത്തിലുള്ളവരായിരിക്കണം എന്നത് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഈ ഒരു പാഠഭാഗം പഠിക്കുമ്പോൾ മറ്റൊരു കാര്യം, മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചതിയുടെയും അധികാര പിടിച്ചെടുക്കലിന്റെയും ഒക്കെ കാര്യമാണ്. കാര്യം മോഡേൺ മുഖത്തേക്കാളും കുറച്ചുകൂടെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് അന്ധരാക്കി കളയുക, പിടിച്ച് ജയിലിൽ ഇട്ടിട്ട് തടവറയിൽ ഇട്ടിട്ട് ഭരണം പിടിച്ചെടുക്കുക, ഇത്തരം രീതിയിലുള്ള അധികാരം പിടിച്ചെടുക്കലാണ്. അതായത് നമ്മുടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതിനുള്ള ഇത്തരം രീതിയിലുള്ള അധികാര പിടിച്ചെടുക്കലാണ് മധ്യകാല ഇന്ത്യ ചരിത്രത്തിലൊക്കെ നമ്മൾ പഠിക്കുന്നത്. എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഞാനൊരു ഇതായിട്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് നോക്കാം. ഇത്രയും കാര്യങ്ങൾ ഇവിടെ നമ്മൾ പഠിക്കും. ഈ പറയുന്ന നമ്മുടെ മധ്യകാല ഇന്ത്യ ചരിത്രത്തിൽ പഠിക്കുക. അപ്പൊ ഈ ഒരു കാര്യം കൃത്യമായി നിങ്ങളുടെ നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ അതിനൊന്ന് സോർട്ട് ചെയ്ത് എഴുതി വെക്കണം. ഈ രീതിയിലായിരിക്കും നമ്മളുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്.
ഓക്കെ, ഇതിനെ കണക്ട് ചെയ്ത് ഓരോ സാധനങ്ങളും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ആ ഒരു കണക്ഷൻ പറഞ്ഞുകൊണ്ട് മാത്രമായിരിക്കും എന്ത് നമ്മളുടെ ക്ലാസ്സുകൾ നടക്കുക. ഓക്കെ. ഇനി നമുക്ക് പ്രധാനമായിട്ടും മധ്യകാല ഇന്ത്യ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട വേറെ കുറച്ച് പോയിന്റുകളുണ്ട്. നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്താണ് അതിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ, ഒരു 8ാം നൂറ്റാണ്ട് AD 8ാം നൂറ്റാണ്ട് മുതൽ 10ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം. ഓക്കെ, 8 മുതൽ ഈ കാലഘട്ടം ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല, ഞാൻ ഓടിച്ച് കുറച്ച് സംഭവങ്ങൾ പറയാൻ പോവുകയാണ്. അപ്പോൾ ഈ കാലഘട്ടം വരെ നമ്മുടെ വടക്കേ ഇന്ത്യയിലും ഡെക്കാൻ മേഖലയും, വടക്കേ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം, നമ്മുടെ ജോഗ്രഫിയിലൊക്കെ നമുക്കറിയാലോ, വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ ഒക്കെ നമുക്കറിയാം. ഇപ്പൊ ഇത് ഇന്നത്തെ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ, ഇത് നമ്മളുടെ ഇന്നത്തെ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തിലൊക്കെ വടക്കേ ഇന്ത്യ അല്ലെ, നമ്മൾ ഇത് തന്നെ. പിന്നെ ഇങ്ങോട്ടുള്ളത് തെക്കേ ഇന്ത്യ. അപ്പൊ ഡെക്കാനൊക്കെ വിടുന്നത് ഇവിടാണ്. അപ്പൊ വടക്കേ ഇന്ത്യയിലും അതുപോലെ തന്നെ ഡെക്കാനിലും രാഷ്ട്രീയ ആധിപത്യം പുലർത്തിയിരുന്ന 3 രാഷ്ട്രീയ ശക്തികളായിരുന്നു ഉണ്ടായിരുന്നത് 8ാം നൂറ്റാണ്ടിലും 10ാം നൂറ്റാണ്ടിലും ഇടയ്ക്ക്. അതിലൊന്നാണ് പാലാ ഡൈനസ്റ്റി എന്ന് പറയുന്ന പാലർ. മറ്റൊന്നാണ് പ്രതിഹാരർ. മറ്റൊന്ന് രാഷ്ട്രകൂട്ടാസ്. ഓക്കെ, രാഷ്ട്രകൂടം അല്ലെങ്കിൽ രാഷ്ട്രകൂട്ടാസ്. ഓക്കെ, ഇങ്ങനെ 3 രാജവംശങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഓടിച്ചു പറയാണ്, കഥയൊക്കെ നമ്മൾ ഈ ഒരു സെഷനിൽ പറ്റുമെങ്കിൽ മാക്സിമം തന്നെ തുടങ്ങാം. ഇതെന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. അതായത് ഈ പ്രതിഹാരർ എന്ന് പറയുന്ന ഒരു രാജവംശമുണ്ട്. ഞാൻ മാപ്പൊക്കെ പറഞ്ഞു തന്നിട്ട് കാണിക്കാം. ഈ പ്രതിഹാരരും രാഷ്ട്രകൂട്ടരും ഏതാണ്ട് 8ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നമ്മളുടെ ബംഗാൾ പോലെയുള്ള പ്രദേശങ്ങളൊക്കെ ഏതാണ്ട് ഈ മേഖലയൊക്കെ ആയിരുന്നു ഈ രാഷ്ട്രകൂട്ടരെ അതുപോലെ തന്നെ പ്രതിഹാരരൊക്കെ ഭരിച്ചുകൊണ്ട് ഇരുന്നത്. തുടർന്ന് ഒരു വലിയൊരു രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായി. വലിയൊരു രാഷ്ട്രീയപരമായിട്ട് ചില പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. വലിയൊരു ഇതുണ്ടായി. ഈ സമയത്ത് ഗോപാലൻ എന്നു പേരുള്ള ഒരു സാധാരണക്കാരനെ രാജാവായിട്ട് അവിടുത്തെ ജനങ്ങൾ എടുത്ത് അവരോധിച്ചു. ഗോപാലൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തെ ഒരു രാജാവായിട്ട് അങ്ങ് അവരോധിച്ചു. അങ്ങനെ ഈ ഗോപാലൻ എന്ന് പറയുന്ന ആളാണ് ഈ പാലർ വംശം അല്ലെങ്കിൽ പാലാ വംശം സ്ഥാപിക്കുന്നത്. ഓക്കെ, പാലാ വംശം സ്ഥാപിക്കുന്നത് ഈ ഗോപാലൻ എന്ന് പറയുന്ന ആളായിരുന്നു. കഥയായിട്ട് കേൾക്കണേ. അപ്പൊ ഈ ഗോപാലനാണ് പാലാ വംശം. അപ്പം വലിയൊരു രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ ഉണ്ടായപ്പം ജനങ്ങളെല്ലാം കൂടി ചേർന്ന് അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു സാധാരണക്കാരനായ അദ്ദേഹത്തിന്റെ പേരെന്താ, ഗോപാലൻ. ഈ ഗോപാലനെ പിടിച്ചിട്ട് എന്ത് ചെയ്തു, പാലാ വംശ രാജാവാക്കി. അയാൾ സ്ഥാപിച്ച ഒരു രാജവംശമാണ് പാലാ വംശം എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെ തുടർന്ന് ഏതാണ്ട് ഒരു 4 നൂറ്റാണ്ടോളം കാലഘട്ടത്തിൽ ഈ ബംഗാളിൽ ഭരണം നടത്തിയിരുന്നത് ബംഗാളിൽ ഈ പറയുന്ന പാല കമ്മ്യൂണിറ്റി ആയിരുന്നു. ഈ വംശമാണ് ഏതാണ്ട് ഒരു 4 നൂറ്റാണ്ട് കാലത്തോളം ബംഗാളിൽ ഭരണം നടത്തിയിരുന്നത്. അങ്ങനെ ഈ ബംഗാളിലെ മോൺഗിർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഈ മോൺഗിർ ആയിരുന്നു ഈ പാലാ എന്ന് പറയുന്ന പാലാർ വംശത്തിന്റെ ആസ്ഥാനം അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മോൺഗിർ ആണ്. ബംഗാളിലെ മോൺഗിർ ആണ്. അങ്ങനെ ഈ പാലാ ഈ രാജാക്കന്മാര് ഇവര് പ്രധാനമായിട്ടും വിശ്വസിച്ചിരുന്നത് ബുദ്ധമതക്കാരായിരുന്നു കേട്ടോ. ബുദ്ധമതത്തിലായിരുന്നു ഈ പാലാ വംശക്കാര് വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ ബുദ്ധമത സന്യാസിമാർക്ക് താമസിക്കാനായിട്ട് അവര് നിരവധി സ്ഥലങ്ങളൊക്കെ ഒരുക്കിയിരുന്നു. ഓക്കെ, അങ്ങനെ പിന്നെ കുറെ ഈ ബുദ്ധമത വിഹാരങ്ങളൊക്കെ അവർ നിർമ്മിച്ചു. ക്ഷേത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ പാലര് ആ സമയത്ത് അവിടെ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒന്ന് ഓടിച്ചു കേട്ടാൽ മതി. നമ്മുടെ പ്രധാനമായും നമ്മൾ പഠിക്കേണ്ടത് മുസ്ലിം അധിനിവേശം മുതലുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു കേട്ടാൽ മതി. ഓക്കെ, അങ്ങനെ കഴിവുറ്റ ഭരണാധികാരിയായിരുന്ന നമ്മളുടെ ഈ ഗോപാലന് ശേഷം, കാരണം ഗോപാലന് ഒരുപാട് കാലം ഉണ്ടല്ലോ, അങ്ങനെ ഈ ഗോപാലന് ശേഷം അധികാരത്തിൽ വരുന്ന ഭരണാധികാരി എന്ന് പറയുന്നത്, ഗോപാലന് ശേഷം രണ്ടാമതായി അധികാരത്തിൽ വരുന്ന ആളുടെ പേരെന്താണെന്നറിയാമോ? അദ്ദേഹത്തിന്റെ പേരാണ് ധർമ്മപാലൻ. അപ്പം ഗോപാലന് ശേഷം രണ്ടാമതായി പാലാ വംശത്തിന്റെ അധികാരിയായി അടുത്ത ആൾ ആര് വരുന്നു? ധർമ്മപാലൻ എന്ന് പറയുന്ന ഒരാൾ വരുന്നു. ഏതാണ്ട് AD 768 മുതൽ 816 കേട്ടോ. ഏകദേശ കണക്കാണ്, ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണമെന്നില്ല, നിങ്ങൾക്ക് കാലഘട്ടം മനസ്സിലാക്കാനായിട്ടാണ്. ഈ ഒരു കാലഘട്ടത്തിലാണ് ധർമ്മപാലൻ അധികാരത്തിലേക്ക് വരുന്നത്. അങ്ങനെ അദ്ദേഹം ഈ സമയത്ത് എന്ത് ചെയ്തു? ഇവിടെ ബംഗാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇപ്പുറത്തുള്ള ബീഹാറും കൂടി അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ ഭാഗമാക്കുന്നു. അങ്ങനെ ബംഗാളും ബീഹാറും പൂർണ്ണമായി ഈ പറയുന്ന ധർമ്മപാലൻ കീഴടക്കുകയാണ്.
അപ്പൊ ഗോപാലൻ എന്ന് ബംഗാൾ മുഴുവനായിട്ട് ഭരിച്ച് അദ്ദേഹത്തിന്റെ രാജ്യം വലിയ വിസ്തൃതമാക്കി വലിയ രീതിയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അടുത്ത ഭരണാധികാരി വരുന്നു ധർമ്മപാലൻ. ധർമ്മപാലൻ എന്ത് ചെയ്തു? ബംഗാളിനെയും ബീഹാറിനെയും കൂടി ചേർത്ത് ഒരു വലിയ കമ്മ്യൂണിറ്റി ആക്കി അതിനെ അങ്ങ് വളർത്തി. ഓക്കെ, അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ രാജ്യത്തോട് ധർമ്മപാലൻ ആക്രമിച്ച് പാലാ സാമ്രാജ്യത്വത്തോട് ചേർത്ത ഇന്ത്യയിലെ പ്രദേശങ്ങളാണ് പ്രധാനമായും നോക്കിക്കേ പഞ്ചാബ്, ഇന്നത്തെ നമ്മളുടെ പഞ്ചാബ്, അതുപോലെ തന്നെ ഹരിയാന, അതുപോലെ തന്നെ രാജസ്ഥാൻ, മധ്യപ്രദേശ്. അതായത് നിങ്ങൾ നോക്കിക്കേ ഏതൊക്കെ പ്രദേശത്ത് ഈ സംഭവം ഉണ്ടെന്ന് നോക്കിക്കേ. മധ്യപ്രദേശ്, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, മധ്യപ്രദേശ്. അതായത് ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഏതാണ്ട് ഇത്രയും പ്രദേശങ്ങളും ആരുടെ കയ്യിലായിരുന്നു ആ സമയത്ത്? പാലാ കമ്മ്യൂണിറ്റിയുടെ കയ്യിലായിരുന്നു. പാലാ വംശത്തിന്റെ കയ്യിലായിരുന്നു. അങ്ങനെ പാലാ വംശത്തിലെ രാജാക്കന്മാരിൽ ഏറ്റവും മഹാൻ എന്ന് നമ്മൾക്ക് വിശേഷിപ്പിക്കാവുന്ന ആളാണ് ആര്? ധർമ്മപാലൻ. പാലാ വംശത്തിലെ ഏറ്റവും വളരെ ഹീറോയിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ നല്ലൊരു ഹീറോ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആര്? ധർമ്മപാലൻ എന്ന് പറയുന്നത്. അപ്പോ ഈ രാജാക്കന്മാരിൽ ഏറ്റവും മഹാനായിരുന്ന ഈ ധർമ്മപാലനാണ് വിക്രംശില സർവകലാശാല സ്ഥാപിക്കുന്നത്. വിക്രംശില സർവകലാശാല സ്ഥാപിക്കുന്നത്. ഓക്കെ, വിക്രംശില സർവകലാശാല സ്ഥാപിക്കുന്നത് ഈ ധർമ്മപാലനാണ്. ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടോ, ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. ജസ്റ്റ് നിങ്ങൾ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്ന് എഴുതിയെടുത്ത് പോയാൽ മതി. അതുകൊണ്ടാണ് ഞാൻ വലിയൊരു കഥയൊന്നും പറയാം. പക്ഷെ അടുത്ത ക്ലാസ് തൊട്ട് അല്ലെങ്കിൽ അടുത്ത സെഷൻ തൊട്ട് നിങ്ങൾക്ക് ഒരു വലിയ ബുദ്ധിമുട്ടൊന്നും വരികയല്ല. ഇതിലൊന്ന് ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് പോയാൽ മതി. ഓക്കെ, അങ്ങനെ വിക്രംശില എന്ന് പറയുന്ന സർവകലാശാല ആര് സ്ഥാപിക്കുന്നു? ധർമ്മപാലൻ സ്ഥാപിക്കുന്നു. ഓക്കെ, നളന്ദ സർവകലാശാല പുനരുദ്ധീകരിച്ച പാലാ രാജവംശത്തിലെ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ അപ്പൊ നോക്കിക്കേ, വിക്രംശില സർവകലാശാല സ്ഥാപിക്കുന്നതിനോടൊപ്പം നളന്ദ സർവകലാശാല റിനോവേറ്റ് ചെയ്തു. അപ്പം ഇതിന് മുമ്പുള്ള ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി ഒക്കെ പഠിച്ച ഇതൊക്കെ പൊളിക്കുന്നതും തകർക്കുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതൊന്നും ഇപ്പൊ അറിയണ്ട. ഓക്കെ, അപ്പോൾ നളന്ദ സർവകലാശാല പുനരുദ്ധീകരിച്ച പാല വംശ രാജാവാണ് ആര്? ധർമ്മപാലൻ എന്ന് ഓർത്തിരിക്കണം. ധർമ്മപാലൻ. വിക്രംശില, നളന്ദ സർവകലാശാല റിനോവേഷൻ, വിക്രംശില ഫൗണ്ടേഷൻ. ഓക്കെ, ഇത് രണ്ടും ധർമ്മപാലനാണെന്ന് ഓർത്തിരിക്കുക. അങ്ങനെ പ്രതിഹാര രാജാവായ നാഗഭട്ടൻ രണ്ടാമൻ ധർമ്മപാലനെ മോൺഗിർ എന്ന സ്ഥലത്ത് വെച്ചുണ്ടായ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നു. നോക്കിക്കേ, അപ്പൊ പ്രതിഹാരര് വരാൻ പോവുകയാണ്. ഈ പ്രതിഹാരരിലെ ഒരു രാജാവായിരുന്നു, അദ്ദേഹത്തിന്റെ പേരാണെന്ത്? നാഗഭട്ടൻ. ഈ നാഗഭട്ടൻ നമ്മളുടെ ധർമ്മപാലനെ എവിടെ? പാലാവംശത്തിന്റെ ക്യാപിറ്റലായ മോൺഗിറിൽ വെച്ചിട്ട് പരാജയപ്പെടുത്തുന്നു. അപ്പൊ അവിടെ വെച്ചൊരു യുദ്ധം നടക്കുന്നു. അപ്പൊ ധർമ്മപാലൻ യുദ്ധം ചെയ്തത് ആരുമായിട്ടാണ്? ധർമ്മപാലൻ ആരുമായിട്ടാണ് യുദ്ധം ചെയ്യുന്നത്? നാഗഭട്ടനുമായിട്ട് യുദ്ധം ചെയ്യുന്നു. എവിടെ വെച്ചിട്ടാണ്? മോൺഗിറിൽ വെച്ചിട്ടാണ്. ഓക്കെ, മോൺഗിറിൽ വെച്ചിട്ട് യുദ്ധം ചെയ്യുന്നു. അവിടെ വെച്ച് ധർമ്മപാലനെ പ്രതിഹാര രാജവംശത്തിലെ രാജാവായ നാഗഭട്ടൻ പരാജയപ്പെടുത്തുന്നു. അപ്പോ പ്രതിഹാര രാജാവായ നാഗഭട്ടൻ രണ്ടാമൻ ധർമ്മപാലനെ മോൺഗിർ എന്ന സ്ഥലത്ത് വെച്ച് നടന്ന യുദ്ധത്തിൽ തോൽപ്പിച്ചു. പിന്നെന്താണ്? ദേവപാലനായിരുന്നു ധർമ്മപാലന് ശേഷം വരുന്ന അടുത്തയാൾ. അടുത്ത ആളുടെ പേരെന്താ? ദേവപാലൻ. ഓക്കെ, എല്ലാം പാലന്മാരാട്ടോ. ഗോപാലൻ, ധർമ്മപാലൻ, അടുത്ത ദേവപാലൻ. ഓക്കെ, അങ്ങനെ ഈ ദേവപാലനായിരുന്നു ധർമ്മപാലന്റെ പിൻഗാമി എന്ന് പറയുന്നത്. അങ്ങനെ ഈ ദേവപാലന്റെ സൈനിക ശക്തി കൊണ്ട് അദ്ദേഹം കാമരൂപവും കലിംഗവും കീഴടക്കുന്നു. അത് രണ്ടും ഇതുപോലൊരു ഡൈനസ്റ്റിയാണ് കേട്ടോ. അത് ഏൻഷ്യന്റ് ഹിസ്റ്ററി പഠിച്ചാലേ കുറച്ചുകൂടെ നന്നായി അത് മനസ്സിലാവും. അത് ഞാനൊന്ന് പെട്ടെന്ന് പറയുകയാണ്. ഇതേപോലെയുള്ള ഒരു ഡൈനസ്റ്റികളായിരുന്നു എന്ത്? കാമരൂപ, അതുപോലെ തന്നെ കലിംഗ യുഗം എന്നൊക്കെ കേട്ടിട്ടില്ലേ? കാമരൂപ, കലിംഗ എന്നീ പ്രദേശങ്ങൾ ഇവര് പിടിച്ചെടുക്കുന്നു. കാമരൂപ, കലിംഗ ഏതാണ്ട് ഈ ഭാഷം തന്നെ കേട്ടോ. ഏതാണ്ട് ഈ ഭാഗം തന്നെയാണ്. ഓക്കെ, ഇവിടം തന്നെയാണ് കലിംഗയും കാമരൂപയും കേട്ടോ. ഈ ഭാഗത്താണ് കാമരൂപ എന്ന് പറയുന്നത്. ഏതാണ്ട് ഈ ഭാഗത്തുമാണ് കാമരൂപ ഇരുന്നിരുന്നത് അന്ന് ഇന്ത്യയുടെ. ഓക്കെ, ഇങ്ങനെയായിരുന്നു ഇരുന്നത്. ഓക്കെ, അപ്പൊ ഓർത്തോളൂ. അപ്പൊ ദേവപാലൻ വരുന്നു. അദ്ദേഹത്തിന്റെ സൈനിക ശക്തി കൊണ്ട് കാമരൂപ, കലിംഗ എന്നീ ഡൈനസ്റ്റികൾ അദ്ദേഹം കീഴടക്കി ഈ പറയുന്ന പാല വംശത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നു. അങ്ങനെ ദേവപാലന്റെ മരണത്തോടെ പാലാ വംശത്തിന്റെ സാമ്രാജ്യത്വത്തിന്റെ പ്രതാപം ക്രമേണ വാങ്ങി. കാരണം പിന്നീട് ഉണ്ടായവരൊക്കെ ഭയങ്കര വീക്കായിട്ടുള്ള രാജാക്കന്മാരായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ മഹിപാലൻ, രാമപാലൻ എന്നിവരൊക്കെ ഈ വംശത്തിലെ പിൽക്കാല ഭരണാധികാരികളാണെങ്കിലും എന്തുപറ്റി?
ഇവരൊക്കെ ഭയങ്കര വീക്കായിട്ടുള്ള ഭരണാധികാരികളായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് 1197 ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. 1197 മുഹമ്മദ് ബക്തിയാർ ഖിൽജി, അത് നമുക്ക് ഖിൽജി വംശം പഠിക്കും. ഖിൽജി എന്ത് ചെയ്യും? പാലാ വംശത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നുണ്ട്. അതുവരെ അവിടെ ഇവിടെയൊക്കെ പൊട്ടായിട്ടും ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഈ ഖിൽജി വംശത്തിന്റെ വരവോടുകൂടി പൂർണ്ണമായും പാലാ വംശത്തെ നാമാവിശേഷമാക്കുന്നുണ്ട്. അത് ഓർത്തിരിക്കുക. അങ്ങനൊരു വംശം അവിടെ ഉണ്ടായിരുന്നു. അടുത്തതാണ് പ്രതിഹാരർ എന്ന് നമ്മൾ പഠിച്ചത് അല്ലെ, പ്രതിഹാരർ വംശം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതെന്താന്ന് നോക്കാം. ജസ്റ്റ് ഓടിച്ച് പറയുന്നേ ഉള്ളൂ, കാര്യം ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്, നിങ്ങൾക്കറിയാം. അതിന് ജസ്റ്റ് ഓടിച്ച് പറയാനേ പറ്റത്തുള്ളൂ, അതിനുള്ള സമയമുള്ളൂ. ഓക്കെ. അപ്പൊ പ്രതിഹാരർ എന്ന് പറഞ്ഞാൽ പാലാ വംശത്തിലെ ദേവപാലന്റെ അന്ത്യത്തോടുകൂടി, ദേവപാലൻ ആരാ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ അന്ത്യത്തോടു കൂടിയാണ് പ്രതിഹാര സാമ്രാജ്യം ക്രമേണ വളർച്ച പ്രാപിച്ചു വരുന്നത്. അപ്പൊ ദേവപാലന്റെ അന്ത്യത്തോടു കൂടി പ്രതിഹാരർ എന്ന് പറയുന്ന ഈ ഒരു കമ്മ്യൂണിറ്റി ഇത് വരുന്നു. അപ്പൊ ഞാൻ ഏതാണ്ടൊരു ഇന്ത്യയുടെ ഒരു രൂപം വരയ്ക്കാം. അന്നത്തെ ഇന്ത്യയാണ് കേട്ടോ, കുറെ എണ്ണം ഉണ്ട്. ഇങ്ങനെയൊക്കെ ഇരിക്കുവാന്ന് വെച്ചോ, ഇന്ത്യ. ഓക്കെ. ഇവിടെ കുറെ സംഭവം ഉണ്ട്. ഇവിടെയൊക്കെ ആയിട്ട് നേപ്പാളും ഒക്കെ ഉണ്ട്. ഇന്നത്തെ ഇന്ത്യ അല്ല, ഇവിടെ നേപ്പാളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം. നോക്കിക്കോ, ആദ്യകാല പ്രതിഹാര രാജാക്കന്മാരാണ് വത്സരാജും നാഗഭട്ടനും. നമ്മൾ പറഞ്ഞല്ലോ നാഗഭട്ടനൊക്കെ. അപ്പൊ ആദ്യകാല പ്രതിഹാര രാജാക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വത്സരാജ്, പിന്നെ നാഗഭട്ടൻ. ഇങ്ങനെ രണ്ട് രാജാക്കന്മാരാണ് ആദ്യകാലത്തെ പ്രതിഹാര രാജാക്കന്മാര് എന്ന് പറയുന്നത്. പ്രതിഹാരം. ഓക്കെ. പ്രതിഹാര രാജവംശക്കാർ എന്ന് പറയുന്നത് ആദ്യത്തേത് വത്സരാജും നാഗഭട്ടനുമായിരുന്നു. അങ്ങനെ പ്രതിഹാര വംശത്തിലെ ഏറ്റവും മഹാനായ രാജാവ് എന്ന് നമ്മൾ പഠിക്കേണ്ടത് പക്ഷെ ഇവരെ രണ്ടുപേരെയുമല്ല, അത് ഭോജനാണ്. ഭോജൻ കേട്ടോ, ഭോജനാണ് അവിടുത്തെ ഏറ്റവും മഹാനായ രാജാവ്. ഉജ്ജയിനിയിലെ പരമാര രാജാവായ ഭോജനിൽ നിന്ന് തിരിച്ചറിയാൻ വേണ്ടി ഇദ്ദേഹത്തെ മിഹിർ ഭോജൻ എന്ന് വിളിക്കാറുണ്ട്. കാര്യം ഒരേ പേരിലുള്ള രണ്ട് രാജാക്കന്മാരുണ്ടായതുകൊണ്ട് ഇദ്ദേഹത്തെ നമ്മൾ മറ്റൊരു പേരിട്ട് വിളിക്കും, അതാണ് മിഹിർ ഭോജൻ. ഓക്കെ, മിഹിർ ഭോജൻ എന്ന് ഇദ്ദേഹത്തെ വിളിക്കും. ഓക്കെ, അതെന്താ കാര്യം? ഉജ്ജയിനിയിലെ രാജാവിന്റെ പേരും ഭോജനിൽ നിന്ന് വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിന് മിഹിർ ഭോജൻ എന്ന് വിളിച്ചിരുന്നത്. അങ്ങനെ ഈ മിഹിർ ഭോജൻ എന്ത് ചെയ്തു? കനൗജ് ആദ്യം സ്വന്തമാക്കുന്നു. ഏതാണ്ട് 836 കാലഘട്ടത്തിലാണ് അദ്ദേഹം കനൗജ് സ്വന്തമാക്കുന്നു. പ്രതിഹാര സാമ്രാജ്യം അവസാനിക്കുന്നത് വരെ അവരുടെ ആസ്ഥാനവും ഈ കനൗജ് ആയിരുന്നു. പ്രതിഹാര സാമ്രാജ്യം അവസാനിക്കുന്നത് വരെ. നോക്കിക്കേ, ഏതാണ്ട് ഇന്ത്യയുടെ ഇങ്ങനെ വന്ന് ഇത്രയും വലിയൊരു സാമ്രാജ്യമായിരുന്നു ഈ പ്രതിഹാര എന്ന് പറയുന്നത്. ഇങ്ങനെ ഇരിക്കുവായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം. അപ്പൊ 1836 1836 AD 836 ഈ ഭോജൻ എന്ന് പറയുന്ന ഈ പ്രതിഹാര വംശത്തിലെ രാജാവ് നമ്മുടെ കനൗജ് സ്വന്തമാക്കുകയാണ്. അദ്ദേഹം പിടിച്ചെടുക്കുകയാണ്. പ്രതിഹാര രാജവംശത്തിലെ ഈ ഭോജൻ പിടിച്ചെടുത്തു? നമ്മളുടെ ഈ കനൗജ് പിടിച്ചെടുക്കും. ഒരുപക്ഷെ ഈ പ്രതിഹാര രാജവംശം തീരുന്നത് വരെയും ഈ കനൗജ് എന്ന് പറയുന്ന സ്ഥലമായിരുന്നു പ്രതിഹാരരുടെ തലസ്ഥാനമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണേ, ഓർക്കണേ. ഈ കഥയൊക്കെ അറിഞ്ഞാലേ നമ്മുടെ അറബികൾ വന്നിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് അത് പറഞ്ഞു തരുന്നത്. ഓക്കെ, അങ്ങനെ ഈ ഭോജൻ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ഈ രാജാവ് ഒരു തികഞ്ഞ വിഷ്ണു ഭക്തനായിരുന്നു. ആര്? ഈ ഭോജൻ എന്ന് പറയുന്ന ആള് തികഞ്ഞ ഒരു വിഷ്ണു ഭക്തനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ആദിവരാഹൻ എന്ന് പറയുന്ന ഒരു ബിരുദം സ്വീകരിച്ചിരുന്നു. ആദിവരാഹൻ എന്ന് പറയുന്ന ഒരു ബിരുദം ആര് സ്വീകരിച്ചിരുന്നു? ഈ ഭോജൻ സ്വീകരിച്ചിരുന്നു. ആദിവരാഹൻ എന്ന് പറയുന്നതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ മഹേന്ദ്രപാലൻ ഒന്നാമനായിരുന്നു. തുടർന്ന് ഭോജന് ശേഷം തുടർന്ന് ഭരിച്ചത് മഹീന്ദ്രപാലൻ ഒന്നാമനായിരുന്നു. അപ്പൊ ഭോജന് ശേഷം അടുത്ത ആൾ വരുന്നു. ആരാണ്? മഹേന്ദ്രപാലൻ ഫസ്റ്റ് ആണ് അതിനുശേഷം വരുന്ന രാജാവ്. അപ്പോ ഇദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ പിൻഗാമികളുടെ കാലത്ത് സാമ്രാജ്യം പിന്നീട് അധപ്പതിച്ചു തുടങ്ങി. പാലർ തങ്ങൾക്ക് നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കുകയും രാഷ്ട്രക്കൂട്ടർ കനൗജ് ആക്രമിച്ച് കൊള്ളയടിക്കുകയും ചെയ്തതോടുകൂടി 11ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടുകൂടി ഈ പ്രതിഹാരാർ വംശം പൂർണ്ണമായും ഇല്ലാതായി, അല്ലെങ്കിൽ നാമാവിശേഷമായി എന്ന് പറയാം. അതായത് പാലരിൽ നിന്നും ഇവര് പിടിച്ചെടുത്തതെല്ലാം പാലരും കൊണ്ടുപോയി. രാഷ്ട്രക്കൂട്ടര് എന്ത് ചെയ്തു? ഈ സമയത്ത് ഇവരുടെ ഏറ്റവും മർമ്മപ്രധാന തലസ്ഥാനമായ കനൗജും പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ ഇവര് നാമാവിശേഷമായി പോയി ഈ പ്രതിഹാരർ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രതിഹാര സാമ്രാജ്യത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച്, സൈനിക ശേഷിയെക്കുറിച്ചും പല വിവരങ്ങളും നൽകുന്ന ഒരു അറബി സഞ്ചാരിയുണ്ട്. ഇവരെ കുറിച്ച് പറയുന്ന, ഇവരുടെ എല്ലാ ഡീറ്റെയിൽസും പറയുന്ന ഒരു അറബിക് സഞ്ചാരിയുണ്ട്. ആ അറബിക് സഞ്ചാരിയുടെ പേരാണ് മസൂദി.
മദൂസി അല്ല കേട്ടോ, മസൂദി. ഓക്കെ, മസൂദി ആയിരുന്നു അത്. ഇനി നമ്മൾ പറഞ്ഞ അടുത്ത രാജവംശമാണ് ഏത്? അടുത്ത നമ്മൾ പറഞ്ഞ ആളാണ് ആര്? രാഷ്ട്രകൂട്ടർ എന്ന് പറയുന്നത് അല്ലെ. അടുത്തതായി നമ്മൾ പറയുന്നതാണ് ആര്? രാഷ്ട്രകൂട്ടർ. അപ്പൊ നമുക്ക് രാഷ്ട്രകൂട്ടർ എന്താന്ന് നോക്കാം. രാഷ്ട്രകൂടർ അല്ലെങ്കിൽ രാഷ്ട്രകൂട്ടർ എന്ന്, രാഷ്ട്രകൂട്ടാസ് എന്നൊക്കെ പറയാം. അപ്പൊ ഈ രാഷ്ട്രകൂടർ എന്ന് പറയുന്ന രാഷ്ട്രകൂട്ടരുടെ ഉത്ഭവത്തെ കുറിച്ച് നിരവധി സിദ്ധാന്തങ്ങൾ നമുക്കുണ്ട്. അതായത് ഇവര് യാദവരാണെന്ന് പറയുന്നവരുണ്ട്, ഇവര് രജപുത്രാസ് ആണെന്ന് പറയുന്നവരുണ്ട്, അതുപോലെ തന്നെ ഇവര് തെലുങ്കർ തുടങ്ങിയവർ രാഷ്ട്രകൂട്ടരുടെ പൂർവികരാണെന്ന് പറയുന്നതുണ്ട്. അങ്ങനെ നിരവധി സിദ്ധാന്തങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വംശമാണ് രാഷ്ട്രകൂട്ടാസ് എന്ന് പറയുന്നത്. അപ്പോ എങ്കിലും ലത്തൂർ എന്ന് പറയുന്നതാണ് ലത്തൂർ. ഓക്കെ, അപ്പൊ ഈ ലത്തൂരാണ് രാഷ്ട്രകൂട്ടരുടെ ജന്മദേശം എന്ന നിഗമനമാണ് പൊതുവേ നമ്മൾ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ലത്തൂരാണ് ഇവരുടെ ജന്മദേശം എന്നാണ് പൊതുവേ നമ്മൾ അംഗീകരിക്കുന്നത്. അപ്പൊ AD 743 കാലഘട്ടം, വർഷം ഇമ്പോർട്ടന്റ് അല്ല, നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യം അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ AD 743 കാലഘട്ടത്തിലാണ് രാഷ്ട്രകൂട്ടർ ഒരു പ്രത്യേക രാജവംശമായിട്ടൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്നത്. ഒരു പ്രത്യേക രാജവംശം വന്നത് AD 743 സമയത്തൊക്കെയാണ്. അപ്പോ അതിൽ കൊണ്ടുവന്ന അതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നയാളാണ് ദന്തി ദുർഗൻ. പ്രത്യേക പേരുകളൊക്കെയാണ്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ദന്തി ദുർഗൻ അല്ലെങ്കിൽ ദന്തി വർമ്മൻ എന്നൊക്കെ കണ്ടാലും തെറ്റിക്കണ്ട. ദന്തി ദുർഗൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇദ്ദേഹമാണ് എന്ത്, ഈ രാഷ്ട്രകൂട്ടർ വംശത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. ദന്തി ദുർഗൻ അല്ലെങ്കിൽ ദന്തി വർമ്മൻ എന്ന് പറയുന്ന ആളാണ് ആര്? ആ രാഷ്ട്രകൂട്ടർ വംശത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ദന്തി ദുർഗൻ കാഞ്ചിയിലെ പല്ലവ രാജാവിനെയും കലിംഗ രാജാവിനെയും തോൽപ്പിച്ച് തന്റെ ആധിപത്യത്തിന് കീഴിലേക്ക് കൊണ്ടുവന്നു. ആരെയൊക്കെ കൊണ്ടുവന്നു? ദന്തി ദുർഗൻ കാഞ്ചിയിലെ പല്ലവ രാജാവിനെയും അതുപോലെ കലിംഗ രാജാവിനെയും തോൽപ്പിച്ച് രാഷ്ട്രകൂട്ടർ വംശം അല്ലെങ്കിൽ ആ രാജവംശം വലുതാക്കാനായിട്ടൊക്കെ തുടർന്നു. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഈ പ്രതിഹാരം തീർന്നു, രാഷ്ട്രകൂട്ടർ വർദ്ധിച്ചു വന്നു. അപ്പൊ നിങ്ങൾ ഓർത്ത് ചെയ്താൽ ഏതാണ്ട് ഇവിടെയൊക്കെ ആയിട്ടാണ് ഈ കലിംഗ രാജവംശം ഒക്കെ ഉള്ളത്. കലിംഗ രാജവംശം, പാലർ രാജവംശം ഒക്കെ ഉള്ളത് ഈ പ്രദേശം. അപ്പൊ ഇവരിങ്ങനെ ക്രമേണ രാഷ്ട്രകൂട്ടാസ് ആയിട്ട് വളരാനായിട്ട് തുടങ്ങി. അങ്ങനെ ദന്തി ദുർഗന്റെ കാഞ്ചിയിലെ പല്ലവ രാജാവിനെയും പിന്നെ ആരാണ്? കലിംഗ രാജാവിനെയും തോൽപ്പിച്ച് തന്റെ ആധിപത്യത്തിൽ കീഴിൽ കൊണ്ടുവന്നത് ഈ ദന്തി ദുർഗനാണ്. അതിനുശേഷം വരുന്നു കൃഷ്ണൻ ഫസ്റ്റ് അല്ലെങ്കിൽ കൃഷ്ണൻ ഒന്നാമൻ. നല്ല പേരല്ലേ, ഒരു ആദ്യപ്പാടെ മനുഷ്യന്റെ വായിക്കൊള്ളാവുന്ന ഒരു പേര് കേട്ടത് ഇപ്പോഴാണ്, കൃഷ്ണൻ ഒന്നാമൻ. ദന്തി ദുർഗനെ തുടർന്ന് അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഇളയ സഹോദരനായ കൃഷ്ണൻ ഒന്നാമൻ, അതായത് ചിറ്റപ്പൻ, അച്ഛന്റെ സഹോദരന്റെ ഇളയ സഹോദരനായ കൃഷ്ണൻ ഒന്നാമൻ അധികാരത്തിൽ വന്നു. ഇദ്ദേഹം ചാലൂക്യരെ പൂർണ്ണമായും കീഴടക്കി രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കുകയാണ് ചാലൂക്യാസിനെ. അപ്പൊ ഈ ചാലൂക്യ അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ കലിംഗ യുഗമൊക്കെ നമ്മൾ പഠിക്കുന്നത് കുറച്ചുകൂടെ ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിലാണ് പഠിക്കുന്നത്. അപ്പൊ അത് നമുക്ക് പ്രാധാന്യമില്ല, എന്നാലും ജസ്റ്റ് ഞാൻ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറഞ്ഞു തരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് തൊട്ടുള്ള അല്ലെങ്കിൽ നെക്സ്റ്റ് സെഷൻ തൊട്ടുള്ളത് വളരെ പ്രാധാന്യത്തോടെ പഠിക്കുന്നത്. ഇതെന്നാലും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, അതുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രമായിട്ട് ഡിസ്കസ് ചെയ്തു പോകുന്നത്. ഓക്കെ, ശരി. അങ്ങനെ ഈ ദക്ഷിണ കൊങ്കണം അതുപോലെ വേങ്ങയിലെ കിഴക്കേ ചാലൂക്യരുടെ ഒരു ഭാഗവും ഇദ്ദേഹം കൈവശപ്പെടുത്തുകയും AD 768 ഇദ്ദേഹം ഗംഗാ രാജ്യം ആക്രമിക്കുകയും ചെയ്തു. ആര്? ഈ കൃഷ്ണൻ ഒന്നാമൻ ഗംഗാ രാജ്യം ആക്രമിക്കുകയും ചെയ്തു. അങ്ങനെ ഇദ്ദേഹം ഒരു ശൈവിസം ഫോളോ ചെയ്യുന്ന ആളായിരുന്നു. അതായത് ശൈവിസം എന്ന് പറഞ്ഞാൽ ഈ ശിവഭക്തനായിട്ടുള്ള ആളായിരുന്നു ആര്? ഇദ്ദേഹം എന്ന് പറയുന്നത്. അപ്പം എല്ലോറയിലെ പാറ തുരന്ന്, എല്ലോറ ഗുഹകളൊക്കെ നമുക്കറിയാം അല്ലെ, മഹാരാഷ്ട്രയിലെ. അപ്പൊ ഈ എല്ലോറയിലെ പാറ തുരന്ന് കൈലാസനാഥ ക്ഷേത്രം നിർമ്മിക്കുന്നത്. അപ്പൊ ഓർത്തെ, ഇദ്ദേഹം ഒരു ശിവഭക്തനാണ്. അതുകൊണ്ട് തന്നെ ഓർക്കുക, എല്ലോറയിലെ പാറ തുരന്ന് എന്തുണ്ടാക്കി? നമ്മളുടെ കൈലാസനാഥ ക്ഷേത്രം അല്ലെ, കൈലാസനാഥ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ഇദ്ദേഹമാണ് എന്ന് ഓർത്തിരിക്കുക. കൃഷ്ണൻ ഒന്നാമനാണ് എന്ന് ഓർത്തിരിക്കുക. അദ്ദേഹത്തിന് ശേഷം പിന്നെയും വരുന്നുണ്ട് ധ്രുവൻ വരുന്നുണ്ട്. അദ്ദേഹത്തിന് ശേഷം വരുന്നയാളാണ് ധ്രുവൻ. കൃഷ്ണനെ തുടർന്ന് ഗോവിന്ദൻ രണ്ടാമൻ രാജ്യഭാരണം ഏറ്റു. ഗോവിന്ദൻ ഈ പറയുന്ന കനിഷ്ഠ സഹോദരനായ ധ്രുവൻ അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കുകയും പിന്നീട് ഭരണത്തിൽ വരികയും ചെയ്യുകയായിരുന്നു. അപ്പൊ ധ്രുവൻ എന്ന് പഠിച്ചാൽ മതി, ധ്രുവൻ. ഓക്കെ, അങ്ങനെ ഇദ്ദേഹം ഒരു 792 വരെയൊക്കെ ധ്രുവനാണ് പിന്നീട് ഈ രാഷ്ട്രകൂട്ട രാജവംശം ഭരിക്കുന്നത്. അങ്ങനെ അയൽ രാജ്യങ്ങളുമായി യുദ്ധത്തിൽ ഏർപ്പെട്ട ധ്രുവൻ പല്ലവന്മാരെയും ഗംഗന്മാരെയും ഒക്കെ തോൽപ്പിക്കുകയും തന്റെ രാഷ്ട്രീയ ശക്തി ഉത്തരേന്ത്യയിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്തു.
എളുപ്പം പഠിച്ചാൽ മതി, അത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് കഴിഞ്ഞു വരുന്നതാണ് ഗോവിന്ദൻ തേർഡ്, ഗോവിന്ദൻ മൂന്നാമൻ, ഗോവിന്ദൻ തേർഡ് അല്ലെങ്കിൽ ഗോവിന്ദൻ മൂന്നാമൻ. ഓക്കെ, ഗോവിന്ദൻ മൂന്നാമൻ എന്ന് പറയുന്നത്. അപ്പോ ധ്രുവന്റെ പിൻഗാമിയായി ഗോവിന്ദൻ മൂന്നാമന്റെ ഭരണകാലത്താണ് രാഷ്ട്രകൂട്ടർ ഒരു സാമ്രാജ്യ ശക്തിയായി ഉയർന്നു വരുന്നത്. അതായത് ഗംഗ പല്ലവ രാജവംശങ്ങൾ രാഷ്ട്രകൂട്ടരുടെ കീഴിൽ പൂർണ്ണമായും ആകുന്നത് ഗോവിന്ദൻ മൂന്നാമന്റെ കാലഘട്ടത്തിൽ ആണ്. അപ്പൊ വേങ്ങിയിലെ ഈ കിഴക്കൻ ചാലൂക്യനും ഗോവിന്ദന്റെ സമകാലികരായിരുന്നു എന്നതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യ ആക്രമിച്ച പ്രതിഹാര രാജാവായ നാഗഭട്ടനെയും ബംഗാളിലെ ധർമ്മപാലനെയും ഗോവിന്ദൻ തോൽപ്പിക്കുന്നുണ്ട്. നമ്മൾ ബംഗാളിലെ ഈ പറയുന്ന ഗോവിന്ദനെയും രാഷ്ട്രകൂട്ടരെയൊക്കെ നമ്മൾ ഈ രാഷ്ട്രകൂട്ടരെയും പ്രതിഹാരരുമായിട്ടൊക്കെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, പാലരും പ്രതിഹാരരും രാഷ്ട്രകൂട്ടാസും അല്ലെ, ഇത് മൂന്ന് പേരും ഒരേ പാരലലി ഡെവലപ്പ് ചെയ്ത രാജ്യങ്ങളാണ്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതേ സമയങ്ങളിലൊക്കെ യുദ്ധങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഉത്തരേന്ത്യ ആക്രമിച്ച് പ്രതിഹാര രാജാവായ നാഗഭട്ടനെയും ബംഗാളിലെ ധർമ്മപാലനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഈ ധർമ്മപാലനെയും ഒക്കെ ഗോവിന്ദൻ ഈ സമയങ്ങളിലൊക്കെ തോൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ശ്രീലങ്കയിലെ രാജാക്കന്മാരെയും അദ്ദേഹം തന്റെ കാൽ കീഴിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ ഗോവിന്ദൻ മൂന്നാമൻ കൊണ്ടുവരുന്നുണ്ട്. ഈ നേട്ടങ്ങൾ ഗോവിന്ദനെ രാഷ്ട്രകൂട്ട രാജാക്കന്മാരുടെ കൂട്ടത്തിലെ അതുല്യനാക്കി മാറ്റുന്നത് ഇവിടെ മുതലാണ്. ഓക്കെ, തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് കനൌജ് വരെ അദ്ദേഹത്തിന്റെ സാമ്രാജ്യം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ രാഷ്ട്രകൂട്ടാര് ഇതാ ഇവിടം തൊട്ട് ഇങ്ങനെ വളർന്ന് ഏതാണ്ട് ഇന്ത്യയുടെ ഓൾമോസ്റ്റ് ഭാഗവും രാഷ്ട്രകൂട്ടരാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരുന്നത് ആരാണ്? ഈ ഗോവിന്ദൻ മൂന്നാമനാണ്. അത് കഴിഞ്ഞു പഠിക്കുന്ന ആളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാള്, അതാണ് അമോഘവർഷൻ. അമോഘവർഷൻ. ഓക്കെ, അതിനുശേഷമുള്ള ആളാണ് അമോഘവർഷൻ. രാഷ്ട്രകൂട്ട വംശത്തിലെ ഏറ്റവും പ്രഗത്ഭനും പ്രശസ്തനുമായ രാജാവ് എന്ന് പറയുന്നത് അമോഘവർഷനാണ്. 814 മുതൽ ഉള്ള കാലഘട്ടത്തിലാണ് ഏകദേശം അദ്ദേഹം ഭരിക്കുന്ന കാലഘട്ടം. ഇന്ത്യ ചരിത്രത്തിലെ പ്രമുഖ രാജാക്കന്മാരിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ രാജാവ് എന്ന് നമുക്ക് വേണമെങ്കിൽ അമോഘവർഷനെ കുറിച്ച് പറയാൻ സാധിക്കും. അപ്പൊ ഗോവിന്ദൻ മൂന്നാമനെ തുടർന്ന് അധികാരമേറ്റ അദ്ദേഹം വേങ്ങിയിലെ കിഴക്കൻ ചാലൂക്യരെയും അതുപോലെ തന്നെ മൈസൂർ അല്ലെ, മൈസൂരിലെ ഗംഗന്മാരെയുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയും ജൈനമതത്തിന്റെ പ്രചരണത്തിന് വേണ്ടി പല സേവനങ്ങളും അനുഷ്ഠിച്ച അമോഘവർഷൻ ഹിന്ദു മതത്തെയും പ്രോത്സാഹിപ്പിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ. അതുപോലെ ഇദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹം മഹാലക്ഷ്മി ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ദേവത മഹാലക്ഷ്മി. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ദേവത മഹാലക്ഷ്മി ആയിരുന്നു. അങ്ങനെ സൈനിക രംഗത്തെ മതം, സാഹിത്യം, കല തുടങ്ങിയ രംഗങ്ങളിലാണ് അമോഘവർഷന്റെ കാലത്ത് നേട്ടങ്ങൾ ഉണ്ടായത്. അപ്പൊ അതായത് സൈനിക രംഗത്തെക്കാളും കലയും സാഹിത്യത്തിനും ഒക്കെ ഒരുപാട് പ്രാധാന്യം കൊടുത്ത രാഷ്ട്രകൂട്ട രാജാവ് എന്ന് ചോദിച്ചാൽ അത് അമോഘവർഷനാണെന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. അതുപോലെ ജൈന പണ്ഡിതനായിരുന്ന ആരാണ്? ജൈന പണ്ഡിതനായിരുന്ന ജിനസേനൻ എന്ന് പറയുന്നയാള് അമോഘവർഷന്റെ ഉപദേശകനായി പ്രവർത്തിച്ചയാളാണ്. ഓക്കെ, ഇനി ഈ അമോഘവർഷൻ രചിച്ച കൃതികൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കവിരാജമാർഗം കന്നഡയിലാണ് എന്നാണ് പറയുന്നത്. കവിരാജമാർഗം, അതുപോലെ തന്നെ രത്നമാലിക സംസ്കൃതത്തിലും ഇതൊക്കെ എഴുതിയത് ആരാണ്? കവിരാജമാർഗം, രത്നമാലികയൊക്കെ എഴുതിയത് ഈ അമോഘവർഷനായിരുന്നു എന്നും ഓർത്തിരിക്കുക. പിൽക്കാലങ്ങളിലൊക്കെ വരുന്ന ഭരണാധികാരികളൊക്കെ വളരെ വീക്കായിട്ടുള്ള ഭരണാധികാരികളായതോടെ ഈ രാഷ്ട്രകൂട്ട വംശത്തിന്റെ ശോഷണം സംഭവിച്ചിരുന്നു. ഇത് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പോർച്ചുഗീസുകാരുടെ കച്ചവടമൊക്കെയുള്ള ബന്ധപ്പെട്ട കാര്യം, അതൊന്നും നമ്മൾ പഠിക്കണ്ട. ഇപ്പൊ ഈ ഒരു എക്സാമിനേഷൻസിന് അത്രയൊന്നും പഠിക്കണ്ട. എന്നാലും ഈ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഞാൻ ഇത്രയും പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അടുത്ത ക്ലാസ് തൊട്ട് കൃത്യമായി ഈ ഒരു സംഭവം മനസ്സിലാക്കാൻ സാധിക്കൂ. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ഒന്ന് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത്രയും കാര്യം ഒന്നുമില്ല. ഈ മുസ്ലിം ഭരണാധികാരികൾ വരുന്ന മുമ്പ് ഇവിടെ പാലർ, പ്രതിഹാരർ, രാഷ്ട്രകൂട്ടർ എന്ന് പറഞ്ഞ 3 രാജവംശം ഉണ്ടായിരുന്നു. അതിൽ പ്രമുഖരായ കുറെ രാജാക്കന്മാരുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവരുടെ പേരുകളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. ഇനി അവരുടെ എന്തെങ്കിലും രചനകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. വേറെ ഒന്നും അതിനകത്തൊന്ന് പ്രത്യേകിച്ച് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടില്ല. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു ഓർഡർ, അതായത് ഗസ്നി, ഗോറി, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചും അതുപോലെ ഡൽഹി സുൽത്താനേറ്റ്, മുഗൾ എംപറർ, ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളതും ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.